നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പുതുവർഷ ഫലം പറയാനാണ്. 1199 ആണ്ട് കഴിഞ്ഞ് 1200 ആണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പുതുവർഷ ഫലം, ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മേടൻ രാശി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടവമാണ് പറയുന്നുള്ളത്. അതായത് കാർത്തിക മുക്കാലും രോഹിണി മകേരത്തിന്റെ പകുതി ഭാഗവും ചേർന്നാണ്. കാർത്തികയുടെ മുക്കാൽ ഭാഗം 45 നാഴിക, രോഹിണി മകേരത്തിന്റെ പകുതി ഭാഗം ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴം ലഗ്നത്തിലാണ് അല്ലേ. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയുണ്ട്. പൊതുവിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ നിവൃത്തിയിലെത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, കണ്ടകശനിയൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. അപ്പം ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് അതായത് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞ പൈസ നാളെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ ഇത്യാദി കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അലച്ചിലുകൾ, അതികഠിനമായ അലച്ചിലുകൾ ഉണ്ടാവും. ജോലിയൊന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ചോളം ധനപരമായിട്ടുള്ള വരവുകളുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണാനുഭവങ്ങളുള്ളവരും ഉണ്ട്. വ്യാഴത്തിന്റെ ഗുണങ്ങൾ ലഭിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കണ്ടകശനിയുടെ ദുരിതങ്ങളിലൂടെ പോകുന്ന ആൾക്കാരും ഇപ്പോഴുണ്ട്. കാരണം ശനി കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അത് പറയാനുള്ള പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചാൽ, ചില ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ ഒരു 2.25 നക്ഷത്രക്കാർക്ക്, ഈ ഭൂലോകത്തിൽ 2.25 നക്ഷത്രക്കാർ, ഈ പറയുന്ന കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിന്റെ പകുതി ഭാഗമുള്ള, മകേരത്തിന്റെ ആദ്യ പകുതി ജനിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്കല്ല ഈ പറയുന്ന ഗുണങ്ങൾ ലഭിക്കൂ, അല്ല ഈ പറഞ്ഞ ദോഷങ്ങൾ അനുഭവിക്കൂ. അപ്പൊ ഇതെന്താണ്, ഒരു ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടോ അല്ലെ ഈ ഒരു ചന്ദ്രരാശി പ്രകാരമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പൊ ചന്ദ്രരാശി പ്രകാരം കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു പൊതുഫലമായിട്ട് മാത്രം നമ്മൾ കണക്കിലെടുക്കുക. പല ആൾക്കാരും അങ്ങനല്ല, യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങൾ 100% അങ്ങ് ഫലിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഇതൊരു പൊതുഫലമാണ്. നിയന്ത്രിക്കുന്നത് നമ്മുടെ ഗ്രഹനിലയാണ്. നമ്മുടെ ജന്മസമയത്തെ അടിസ്ഥാനപ്പെടുത്തി, ജന്മലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന ഗ്രഹനില, ആ ഗ്രഹനില പ്രകാരം സഞ്ചരിക്കുന്ന ദശാകാലം, ആ ദശാകാലത്തിലുള്ള അപകാരകാലം, ഇതൊക്കെയാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഫലം നിയന്ത്രിക്കുക. അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിക്ക് അനുസരിച്ച് ആ ദശാകാലം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി, ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്, നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്, സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു ഹോറോസ്കോപ്പിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഗ്രഹങ്ങൾ മാറുമ്പോൾ ആ ഒരു ഗ്രഹനിലയിൽ ഈ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണങ്ങളുണ്ടാവും. ബലമില്ലെങ്കിൽ ദോഷങ്ങളും ഉണ്ടാവും. അപ്പം ജ്യോതിഷം നല്ലത് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ നമുക്ക് പറയാം ഇടവൻ രാശിക്കാർ. അപ്പം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇനിയിപ്പം വരുന്ന ഈ ഒരു 1200 ആണ്ട് വരുമ്പോൾ ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെ അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയെക്കാളിൽ കുറച്ചുകൂടെ ഒക്കെ മെച്ചമായിട്ടുള്ള അവസ്ഥ ഇനി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്താണെന്ന് ചോദിച്ചാൽ, ഇനി മാർച്ച് മാസത്തിൽ നമുക്ക് ശനിയുടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. ശനി കണ്ടകശനിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം ശനി മാർച്ച് മാസത്തിൽ മാറും. മാർച്ചിൽ ശനിമാറ്റമുണ്ട്, മെയ്യിൽ രാഹുകേതുക്കളുടെ മാറ്റമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ കുറച്ച് ഉയർച്ചകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീങ്ങും. പല തടസ്സങ്ങൾ, ഇപ്പോൾ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലവിധ തടസ്സങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ടല്ലേ. കണ്ടകശനിയുടെ നന്നായിട്ട് എഫക്റ്റ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറും. ജീവിതത്തിലെ ആ ഒരു വണ്ടി അങ്ങോട്ട് നല്ല സ്പീഡിൽ ഓടി തുടങ്ങും. ആ തടസ്സങ്ങൾ മാറും, കിട്ടാക്കടങ്ങൾ ലഭിക്കും.
ധനപരമായിട്ടുള്ള വരവുകൾ ഉണ്ടാകും, കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങളും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്നവർക്ക് അതൊക്കെ ഒരു നിവൃത്തിയിലെത്തും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞ് ജീവിക്കുന്നവരാണ് ഇപ്പോൾ എങ്കിൽ അവരൊക്കെ ഒന്നിക്കും. അതുപോലെ തന്നെ മക്കളിൽ നിന്നുള്ള പലവിധ മാനസിക സന്തോഷങ്ങളും സാമ്പത്തിക വരവുകളും ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു കാലമാണ് ഇനി നിങ്ങൾക്ക് ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള അവസ്ഥ. ഇപ്പോൾ മോശകരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് മാർച്ച് മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. ജീവിതത്തിൽ വളരെ പുരോഗതി ഉണ്ടാകും. ഇപ്പം വീട് പണിയൊക്കെ മുടങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട് ഒക്കെ പിന്നെ ആരംഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. പുതിയ വീട് വാങ്ങാൻ പറ്റും, വാഹനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പണം ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി മെച്ചമൊക്കെ ആണെന്ന് പറഞ്ഞാലും ദുരിതങ്ങളിലൂടെ ആ ഒരു കണ്ടകശനിയാണ് ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മെയിൽ രാഹുകേതുക്കളുടെ മാറ്റങ്ങളും ഉണ്ടാവും. രാഹുകേതുക്കൾ മാറുമ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രയാസങ്ങളിലൂടെ പോകുന്ന പല ആൾക്കാർക്കും മോചനം ഉണ്ടാവും. അസുഖങ്ങളോട് പോകുന്ന പല ആൾക്കാരുണ്ടല്ലേ, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൂടെ വലയുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ശിരോസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇത്യാദി കാര്യങ്ങൾ, നടുവേദന, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു ചേരും. രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് മാർച്ച് മുതൽ മെയ് മുതലൊക്കെ വളരെ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ നല്ലതാണെങ്കിൽ അവർക്ക് ഇനിയിപ്പം അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം കണ്ടകശനിയുടെ എഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ മാത്രമാണ് ഞാൻ പറഞ്ഞ മോശകരമൊന്നും. ബാക്കിയുള്ളവർ അതിൻ്റെ എഫക്റ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇനിയും അതിലും മെച്ചകരമായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു വഴിപാടുകളൂടെ ചെയ്തുകൊള്ളുക. വിഷ്ണു ക്ഷേത്രത്തിൽ, കൃഷ്ണൻ്റെ അമ്പലത്തിൽ മാസത്തിലെ നാളതോറും തുളസിമാല അർച്ചന, പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുകയും അതോടൊപ്പം തന്നെ കരയിലെ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. തടസ്സങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ സഹിത ഒരു ഗണപതി ഹോമം നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തടസ്സങ്ങളാണ് കൂടി നിൽക്കുന്നെങ്കിൽ ശനീശ്വരന് മാസത്തിലൊരു പ്രാവശ്യം നീലാഞ്ജനം, അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിൽ ഒരു ധാര കൂടി ചെയ്തുകൊള്ളുക കേട്ടോ. പിന്നെ രോഗദുരിതങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അലർജിയുടെ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളവരാണ് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുമ്പോൾ നല്ലതാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇനിയും വരാൻ പോകുന്ന കാലം കുറച്ച് മെച്ചകരമാണ്. കുറച്ചെന്നല്ല, ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ വളരെ മെച്ചകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്തുകൊള്ളുക. നന്ദി, നമസ്കാരം.